പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഏവർക്കും നഴ്സിംഗ് ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഫസ്റ്റ് ടേം എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യോത്തരങ്ങളുമായിട്ടാണ്. സമയമൊട്ടും കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. ആദ്യത്തെ ചോദ്യം നോക്കൂ കൂട്ടുകാരെ. ഒരു കളിസ്ഥലത്തിന് ചുറ്റും ഒരു പ്രാവശ്യം നടക്കാൻ 1/4 മണിക്കൂർ സമയം വേണം. ഇതേ വേഗത്തിൽ 4 പ്രാവശ്യം നടക്കാൻ എത്ര സമയം വേണം? രണ്ടാമത്തെ ചോദ്യം, ഇതേ വേഗത്തിൽ 7 പ്രാവശ്യം നടക്കാൻ എത്ര സമയം വേണം? ചോദ്യം ശ്രദ്ധിക്കുക. ഒരു കളിസ്ഥലത്തിന് ചുറ്റും ഒരു പ്രാവശ്യം നടക്കാൻ 1/4 മണിക്കൂർ സമയം വേണം. എത്രയാണ്? 1/4 അല്ലേ? 1/4 1/4. ഇതേ വേഗത്തിൽ വേണം 4 പ്രാവശ്യം നടക്കാൻ. അപ്പോൾ എത്ര സമയമെടുക്കും? അപ്പോൾ ഒരു പ്രാവശ്യം നടക്കാൻ 1/4 ആണെങ്കിൽ 4 പ്രാവശ്യം നടക്കാൻ 4 ഗുണം 4 അല്ലേ? ആ സമയത്തെ തവണ കൊണ്ട് എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ഗുണിച്ചാൽ മതി. അപ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും? 1/4 × 4. 4 എന്ന് പറയുന്നത് എന്താണ്? 4/1 എന്നാണ് അർത്ഥം. അറിയാലോ, ഒരു പൂർണ്ണസംഖ്യ എഴുതുമ്പോൾ അതിൻ്റെ ഛേദം എപ്പോഴും 1 ആയിരിക്കും. അതാണ് 4 എന്ന് എഴുതിക്കുന്നതിനെ രണ്ടാമത്തെ ലൈനിൽ 4/1 എന്ന് എഴുതിയത്. ഓർക്കുക, ഏതൊരു പൂർണ്ണസംഖ്യയുടെയും ഛേദം 1 ആയിരിക്കും. അപ്പോൾ 1 എന്ന് പറഞ്ഞാൽ 1/1 എന്ന അർത്ഥം. അപ്പോൾ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ 2/1. ഇവിടെ 1/4നെ 4 കൊണ്ടാണ് ഗുണിക്കേണ്ടത്. അപ്പോൾ 4 4 കൊണ്ട് ഗുണിക്കുമ്പോൾ എന്ത് ചെയ്യും? ഭിന്നസംഖ്യാ രൂപത്തിൽ തന്നെ നമുക്ക് ആ 4നെ എഴുതാം. അപ്പോൾ 4 ഗുണം 1/4. 1/4 എന്ന് വെച്ചാൽ 4 എന്ന് തന്നെയാണ് അർത്ഥം. ക്രിയ ചെയ്യാൻ എളുപ്പത്തിനാണ് നമ്മളിങ്ങനെ എഴുതിയത്. ഇനി എന്ത് ചെയ്യും? അംശങ്ങൾ തമ്മിൽ ഗുണിച്ചെഴുതുക, ഛേദങ്ങൾ തമ്മിൽ ഗുണിച്ചെഴുതുക. അംശങ്ങൾ തമ്മിൽ ഗുണിക്കുമ്പോൾ 4 × 1 4, ഛേദങ്ങൾ തമ്മിൽ ഗുണിക്കുമ്പോൾ 1 × 4 4. ക്ലിയർ? അപ്പോൾ 4 4 എന്ന് കിട്ടും, 4/4 എന്ന് കിട്ടും. അംശവും ഛേദവും ഒരേ സംഖ്യയായാൽ ഉത്തരം എത്രയാ? 1 എന്നാണ്. അപ്പോൾ 4 4 എന്ന് കിട്ടിയാൽ ഉത്തരം 4 എന്നല്ല, പിന്നെയോ 1 എന്നാണ്. 1. ഇപ്പോൾ 2 2 എന്ന് കിട്ടിയാൽ 1 എന്ന അർത്ഥം, മുഴുവൻ എന്നുള്ള അർത്ഥമാണ്. 5 5 എന്ന് കിട്ടിയാൽ 1, 3 3 എന്ന് കിട്ടിയാൽ 1 എന്ന അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു കളിസ്ഥലത്തിന് ചുറ്റും ഒരു പ്രാവശ്യം നടക്കാൻ 1/4 മണിക്കൂർ സമയം വേണം. അങ്ങനെയുള്ള കളിസ്ഥലത്തിനെ 4 പ്രാവശ്യം ചുറ്റി സഞ്ചരിക്കാൻ 4 ഗുണം 4. അതിനെ ക്രിയ ചെയ്യുമ്പോൾ അംശങ്ങൾ തമ്മിൽ ഗുണിക്കുക, ഛേദങ്ങൾ തമ്മിൽ ഗുണിക്കുക. അപ്പോൾ 4 4 എന്ന് കിട്ടും. 4 4 എന്ന് പറഞ്ഞാൽ 1 എന്നാണ് അർത്ഥം. ഇവിടെ സമയമാണ് തന്നിരിക്കുന്നത്, 1 മണിക്കൂർ. നമ്മൾ ക്രിയ ചെയ്യുമ്പോൾ ഏറ്റവും ലാസ്റ്റ് അതെന്താണ് എന്ന് കൃത്യമായിട്ട് എഴുതണം, 1 മണിക്കൂർ. ക്ലിയർ അല്ലേ? ഇനി രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? 7 പ്രാവശ്യം നടക്കാൻ എത്ര സമയം വേണം? 4 പ്രാവശ്യം നടക്കാൻ നമുക്ക് 1 മണിക്കൂർ വേണം. അടുത്തത് 7 മണിക്കൂർ നടക്കാൻ എത്ര സമയം വേണം? എങ്ങനെ ചെയ്യാം? മുകളിൽ ചെയ്തതുപോലെ തന്നെയാണ്. 4 എത്ര കൊണ്ട് ഗുണിക്കണം? 7 കൊണ്ട്. കാരണം 7 പ്രാവശ്യമാണ് ആ കളിസ്ഥലത്തിന് ചുറ്റും സഞ്ചരിക്കേണ്ടത്. അപ്പോൾ 4 7 കൊണ്ട് ഗുണിക്കുക. 7 കൊണ്ട് ഗുണിക്കാൻ എളുപ്പത്തിന് എന്ത് ചെയ്യാം? 1 7 എന്ന് എഴുതുക, 7/1 എന്ന് എഴുതുക. അപ്പോൾ 1/4 × 7/1. 4 1 ഗുണം 1 7. അപ്പോൾ അംശങ്ങൾ തമ്മിൽ ഗുണിക്കുമ്പോൾ 4 × 1 4 ഗുണം 1 4. ഛേദങ്ങൾ ഗുണിക്കുമ്പോൾ 1 ഗുണം 7 7. അപ്പോൾ 4 7 എന്ന് ലഭിക്കും. 4 7. 4 7 നമുക്ക് കുറച്ചുകൂടി ചെറിയ രൂപത്തിൽ എഴുതാനായിട്ട് സാധിക്കും. ഇതിപ്പോൾ വിഷമ രൂപത്തിലാണ് കിടക്കുന്നത്, അതിനെ നമുക്ക് ഭിന്നസംഖ്യാ രൂപത്തിലാക്കി മാറ്റാം. കുറച്ചുകൂടി ചെറുതാക്കാൻ സാധിക്കും അല്ലെ? വിഷമ ഭിന്ന രൂപത്തിലാണ് ഇപ്പോൾ കിടക്കുന്നത്. അംശത്തേക്കാൾ വലിയ ഛേദമാണ്, 4നേക്കാൾ വലുതാണ് 7. അപ്പോൾ അതിനെന്ത് ചെയ്യാൻ പറ്റും? കുറച്ചുകൂടി ചെറുതാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എന്ത് ചെയ്യണം? 7 എന്തുകൊണ്ട് ഹരിക്കണം? 7 4 കൊണ്ട് ഹരിക്കുക. അപ്പോൾ 1 മണിക്കൂറും 4 3 മണിക്കൂറെന്ന് കിട്ടും. 4 3 എന്ന് വെച്ചാൽ 3/4 അല്ലേ? 1 മണിക്കൂർ നമുക്ക് ലഭിക്കും. 7 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 4 3 എന്ന് ലഭിക്കും. 4 3. അപ്പോൾ 4 3 എന്ന് പറയുന്നത് 3/4 എന്നാണ് അർത്ഥം. അറിയാലോ? അപ്പോൾ 1 4 3 മണിക്കൂർ എന്ന് വെച്ചാൽ 1 3/4 മണിക്കൂർ. അടുത്ത ചോദ്യം നോക്കൂ.
ഏതൊരു ത്രികോണത്തിൻ്റെയും കോണുകളുടെ തുക എത്രയായിരിക്കും? ഒരു ത്രികോണത്തിന് എത്ര വശങ്ങളുണ്ട്? 3 വശങ്ങൾ. അപ്പോൾ ത്രികോണത്തിന് എത്ര കോണുകളുണ്ട്? 3 കോണുകൾ അല്ലേ? അപ്പോൾ ഏതൊരു ത്രികോണത്തിൻ്റെയും കോണുകളുടെ അളവുകളുടെ തുക എത്രയായിരിക്കും? എല്ലാ കൂട്ടുകാർക്കും അറിയാം, 180 ഡിഗ്രി. എത്രയാണ്? 180 ഡിഗ്രി. സമാന്തരമായ 2 വരകളെ ഒരു ചരിഞ്ഞ വര മുറിച്ചു കടക്കുമ്പോൾ ഉണ്ടാകുന്ന കോണുകളുടെ പ്രത്യേകതകൾ എന്തെല്ലാം? ചെറിയ കോണുകൾക്കെല്ലാം ഒരേ അളവായിരിക്കും. അതായത് ചെറിയ കോണുകൾ തുല്യമായിരിക്കും, വലിയ കോണുകളെല്ലാം തുല്യമായിരിക്കും. അതായത് വലിയ കോണുകളെല്ലാം ഒരേ അളവായിരിക്കും. ഒരു ചെറിയ കോണും ഒരു വലിയ കോണും തമ്മിൽ കൂട്ടിയാൽ 180 ഡിഗ്രി ലഭിക്കും. ഇത് ആ കോണുകളുടെ പ്രത്യേകതയാണ്. ഓക്കെ, ചെറിയ കോണുകൾക്കെല്ലാം തുല്യ അളവായിരിക്കും, വലിയ കോണുകളെല്ലാം തുല്യമായിരിക്കും. ഒരു ചെറിയ കോണും ഒരു വലിയ കോണും തമ്മിൽ കൂട്ടിയാൽ 180 ഡിഗ്രി നമുക്ക് ലഭിക്കും. ക്ലിയർ? അടുത്ത ചോദ്യം നോക്കൂ. 9 ലിറ്റർ വെളിച്ചെണ്ണ 4 കുടുംബങ്ങൾക്കായി തുല്യമായി വീതിച്ചാൽ ഒരു കുടുംബത്തിന് എത്ര ലിറ്റർ വെളിച്ചെണ്ണ ലഭിക്കും? നമുക്ക് 9നെ എന്ത് ചെയ്യണം? 9നെ 4 കൊണ്ട് ഭാഗിക്കണം, തുല്യമാക്കുകയാണ് അല്ലേ? അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുകയല്ല വേണ്ടത്, പിന്നെയോ ഡിവൈഡ് ചെയ്യുകയാണ് വേണ്ടത്. ഭാഗിക്കുക വേണം ചെയ്യാൻ. അപ്പോൾ 9 ലിറ്ററിനെ 4 കൊണ്ട് എന്ത് ചെയ്യണം? ഭാഗിക്കണം. കൂട്ടുകാർക്ക് ഹരണം നന്നായിട്ട് അറിയാമല്ലോ. അപ്പോൾ 9നെ 4 കൊണ്ട് ഹരിക്കുക. അപ്പോൾ എത്ര ലഭിക്കും? 9നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 2ഉം 4/1 ലിറ്റർ എന്ന് ലഭിക്കും അല്ലേ? 2ഉം 4/1, 2.25 ലിറ്റർ. 4/1 എന്ന് വെച്ചാൽ 1/4 ലിറ്റർ എന്നർത്ഥം. 280 അല്ലേ? 4/1 1/4. അപ്പോൾ 9നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2ഉം 4/1 ലിറ്റർ എന്ന് ഉത്തരം കിട്ടും. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറന്നുപോകല്ലേ. അതുപോലെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഒരു ക്ലാസ്സിൽ 35 കുട്ടികളുണ്ട്. ഇതിൽ 3 ഭാഗം ആൺകുട്ടികളാണ്. ഉള്ള 35 കുട്ടികളിൽ 3 ഭാഗം ആൺകുട്ടികളാണ്. അങ്ങനെയാണെങ്കിൽ ക്ലാസ്സിൽ ആകെ എത്ര ആൺകുട്ടികളുണ്ട്? ഇപ്പോൾ തന്നിരിക്കുന്ന 35 എന്ന് പറയുന്നത് ആ ക്ലാസ്സിലെ 3 ഭാഗമാണ്. അങ്ങനെയാണെങ്കിൽ ആ ക്ലാസ്സിൽ ആകെ എത്ര ആൺകുട്ടികളുണ്ട്? 35നെ 5/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഗുണിക്കുക. 35നെ 5/3 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ എത്ര കിട്ടും? 35 ഗുണം 3 ഡിവൈഡഡ് ബൈ 5, 5 അല്ലേ? 35നെ 3 കൊണ്ട് ഗുണിച്ച് അംശമായിട്ട് എഴുതുക, ഛേദമായിട്ട് 5 എഴുതുക. അതായത് 1ൽ 35 35 എന്ന് പറയുന്നത് ആണല്ലോ. അപ്പോൾ 35 ഗുണം 3, 5/3 3. ആ 35ഉം 3ഉം കൂടി ഗുണിച്ച് 105 എന്ന് അംശമായിട്ട് എഴുതുക. 35ന് താഴെയുള്ള 35ൻ്റെ ഛേദം എത്രയാണ്? 1 അല്ലേ? ആ 1ഉം 5ഉം കൂടി ഗുണിച്ച് 5 ഛേദമായിട്ട് എഴുതുക. അപ്പോൾ 5ൽ 105 എന്ന് കിട്ടും. 5ൽ 105. ഇവിടെ നമുക്ക് കിട്ടിയ ഉത്തരം ഛേദത്തേക്കാൾ വലുതാണ് അംശം. ഛേദം 5ഉം അംശം 105ഉമാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? 105നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 105നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 21. 21 ഗുണം 5 105 അല്ലേ? അപ്പോൾ 21 ആൺകുട്ടികളാണ് ആ ക്ലാസ്സിലാകെ ഉള്ളത്. 105നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 21 കിട്ടും. അതാണ് എന്താ ആൻസർ. ഇനി ആ ക്ലാസ്സിലെ പെൺകുട്ടികളുടെ എണ്ണം കണ്ടുപിടിക്കാൻ പറഞ്ഞെങ്കിൽ എന്ത് ചെയ്തേനെ? ഇപ്പം നമ്മൾ ആൺകുട്ടികളുടെ എണ്ണം കണ്ടുപിടിച്ചില്ലേ? 35. ആകെ ആ ക്ലാസ്സിലുള്ളത് 35 കുട്ടികളാണ്. അതിൽ 21 ആൺകുട്ടികളുണ്ട്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളത് പെൺകുട്ടികളാണ്. അപ്പോൾ 35ൽ നിന്ന് 21 മൈനസ് ചെയ്താൽ മതി, കുറച്ചാൽ മതി. അപ്പോൾ ആ ക്ലാസ്സിലെ പെൺകുട്ടികളുടെ എണ്ണവും ലഭിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം നോക്കൂ. ചില ചതുരങ്ങളുടെ നീളവും വീതിയും ചുവടെ തന്നിരിക്കുന്നു. ഓരോന്നിൻ്റെയും പരപ്പളവ് കാണുക. ഒരു ചതുരത്തിൻ്റെ പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? നീളം ഗുണം വീതി. അതറിയാലോ കൂട്ടുകാർക്ക്. നീളം ഗുണം വീതി. ഇവിടെ ഒരു ചതുരത്തിൻ്റെ നീളവും വീതിയും തന്നിരിക്കുന്നു. നോക്കിക്കേ, 3.25 സെൻറ്റിമീറ്റർ നീളവും 4.5 സെൻറ്റിമീറ്റർ വീതിയും. 3.25 എന്ന് വെച്ചാൽ 3ഉം 4/1 സെൻറ്റിമീറ്റർ നീളവും 4ഉം 2/1 സെൻറ്റിമീറ്റർ വീതിയും.
അപ്പോൾ ഈ ചതുരത്തിൻ്റെ പരപ്പളവ് എത്രയായിരിക്കും? 3 4 ഗുണം 4 2 3/4 4.5 കൊണ്ട് എന്ത് ചെയ്യുക? ഗുണിക്കുക. അപ്പോൾ ഗുണിക്കുമ്പോൾ എത്ര കിട്ടും? 3 4 മിശ്രഭിന്നമായി കിടക്കുകയാണ്. അത് നമുക്ക് വിഷമഭിന്നമാക്കാം അല്ലേ? എന്ത് ചെയ്യണം? 4 കൊണ്ട് 3 ഗുണിക്കുക. 4 3 12. അതിനെ എന്ത് ചെയ്യുക? അംശം കൊണ്ട് കൂട്ടുക. അപ്പോൾ അംശം 1. അപ്പോൾ 4 3 12 12 1 13. അപ്പോൾ 4ൽ 13 എന്ന് എഴുതുക. അതുപോലെ തന്നെ 4/2 4ഉം 2 വിഷമഭിന്നമാക്കുക. 2 ഛേദമായിട്ട് എഴുതുക. 2 ഗുണം 4 4 2 8 അംശം 1 അത് കൂട്ടുക. അപ്പോൾ 8 1 9. അപ്പോൾ ഉത്തരം എങ്ങനെ എഴുതാം? 2ൽ 9 2ൽ 9. ഓക്കെ, ഇനി നമുക്ക് ചേർന്നത് 4ൽ 13 ഗുണം 2ൽ 9. 4ൽ 13 2ൽ 9 കൊണ്ട് ഗുണിക്കണം. എന്ത് ചെയ്താൽ മതി? അംശങ്ങൾ തമ്മിൽ ഗുണിക്കുക, ഛേദങ്ങൾ തമ്മിൽ ഗുണിക്കുക അല്ലേ? അംശങ്ങളും ഛേദങ്ങളും തമ്മിൽ ഗുണിക്കുക. അംശങ്ങൾ എത്രയാണ്? 13 ഗുണം 9 ഛേദം 4 ഗുണം 2 ഛേദം 4 ഗുണം 2 എത്ര? 4 2 8. അംശം 13 ഗുണം 9 117. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ ഛേദം 8ഉം അംശം 117മാണ്. ഛേദം ചെറുതും അംശം വലുതുമാണ് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യാം? 117നെ 8 കൊണ്ട് ഭാഗിക്കാം, ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 117ൽ 8 എത്ര പ്രാവശ്യം പൂർണ്ണമായിട്ട് പോകും? 14 തവണ. 14 തവണ 8 പൂർണ്ണമായിട്ട് പോകും. പിന്നെ എത്രയാ ശിഷ്ടം കിട്ടുന്നത്? 5 ശിഷ്ടം വരുന്നത്. നമുക്ക് എങ്ങനെ എഴുതാം? 14ഉം 8ൽ 5ഉം 14ഉം 8ൽ 5ഉം. ഓക്കെ, പരപ്പളവ് ചതുരശ്ര സെൻറ്റിമീറ്ററിലാണ് എഴുതേണ്ടത്. ചതുരശ്ര സെൻറ്റിമീറ്റർ. ഉത്തരം 14ഉം 8ൽ 5 ചതുരശ്ര സെൻറ്റിമീറ്റർ. ക്ലിയർ ആണല്ലോ? അടുത്ത കണക്ക് നോക്കിക്കേ. 36ൽ 5 ഭാഗം 6ൽ 5. 36ൽ 5നെ 6ൽ 5 കൊണ്ട് എന്ത് ചെയ്യണം? ഭാഗിക്കണം, ഡിവൈഡ് ചെയ്യണം. ഭിന്നസംഖ്യകൾ ഡിവൈഡ് ചെയ്യാൻ എന്ത് ചെയ്യും? ഭിന്നസംഖ്യകൾ ഡിവൈഡ് ചെയ്യുന്നതിന് പകരം അവയെ വിൽക്രമം കൊണ്ട് ഗുണിക്കും. വിൽക്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അംശം ഛേദമായി എഴുതുക, ഛേദം അംശമായി എഴുതുക. അപ്പോൾ 36ൽ 5നെ 6ൽ 5 കൊണ്ട് വേണം ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഡിവൈഡ് ചെയ്യേണ്ടതിൻ്റെ വിൽക്രമമാണ് അവിടെ എഴുതേണ്ടത്. അപ്പോൾ 36ൽ 5 ഇൻറ്റു 5ൽ 6 5ൽ 6. ഭിന്നസംഖ്യയെ ഗുണിക്കാൻ കൂട്ടുകാർക്ക് അറിയാമല്ലോ. അംശങ്ങൾ ഗുണിച്ച് അംശമായി എഴുതുക, ഛേദങ്ങൾ ഗുണിച്ച് ഛേദമായിട്ട് എഴുതുക. അപ്പോൾ 36 ഗുണം 5 180 ഛേദമായിട്ട് എഴുതുക. 5 ഗുണം 6 30 അംശമായിട്ട് എഴുതുക. അപ്പോൾ 180ൽ 30 കിട്ടി. അതിന് നമുക്കിനി വീണ്ടും ചെറുതാക്കാം. 0 0 വെട്ടിക്കളയുക എന്ന് പറഞ്ഞാൽ എന്താ? 10 കൊണ്ട് അവയെ ഡിവൈഡ് ചെയ്യുമ്പോൾ 18ൽ 3 കിട്ടും അല്ലേ? 18ൽ 3. 18ൽ 3നെ വീണ്ടും ചെറുതാക്കാം. 3 കൊണ്ട് 18നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 1/6 എന്ന് കിട്ടും അല്ലേ? 1/6. 6ൽ 1 6ൽ 1 ഉത്തരം കിട്ടും. ഭിന്നസംഖ്യ ഹരിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? അവയെ വിൽക്രമം കൊണ്ട് ഗുണിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും മാത്സ് എക്സാം വളരെ സിമ്പിളായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ.